അപ്പോൾ നമ്മളെല്ലാവരും ഇപ്പം റിലീസ് ചെയ്ത് ചോട്ട മുംബൈ തിയേറ്ററിലൊക്കെ ഭയങ്കര ആഘോഷമാക്കി അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുമ്പം അതിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കപ്പെട്ടത് നമ്മളുടെ ബിജുക്കുട്ടൻ ചേട്ടൻ ചെയ്തിട്ടുള്ള കഥാപാത്രമാണ് കേട്ടോ. അപ്പോൾ ചേട്ടൻ ഈ സൈഡിലൂടെ വളരെ സിമ്പിളായിട്ട് ചേട്ടാ നമസ്കാരം, ചേട്ടാ നമസ്കാരം, ഒരു ഗിഫ്റ്റ് ഉണ്ട് ചേട്ടാ നമസ്കാരം, ഒരു 2 മിനിറ്റ് ഞങ്ങളുടെ കൂടെ ഒന്ന് സ്പെൻഡ് ചെയ്യാം ചേട്ടാ. ചോട്ട മുംബൈയാണ് ഏറ്റവും പുതിയ വേഷം. ചേട്ടനെ കുറിച്ച് ഇവിടെ എല്ലാവർക്കും പറയാൻ നേരമുള്ളൂ. ചേട്ടനാണ് സ്റ്റാറായിട്ട് നിൽക്കുന്നത്. അപ്പം ആ ഒരു ഹാപ്പിനെസ് എന്തൊക്കെയാണ്? നല്ല വലിയൊരു ഹാപ്പിനെസ് തന്നെയാണ്. കാരണം രണ്ടാമത്തെ റിലീസിന് ആ ഒരു സിനിമ ഇറങ്ങിയിട്ട് നമുക്ക് അത്രയും നമ്മൾ എന്താണ് ആദ്യം ഇറങ്ങിയപ്പോൾ തന്നെ സൂപ്പർ ഹിറ്റ് പടം വരുന്നത്. പക്ഷെ എന്താണെന്നറിയില്ല, ഇപ്പോൾ ഇപ്പോഴത്തെ ജനറേഷൻ അതങ്ങ് ഏറ്റെടുത്തിട്ട് അതൊരു ആഘോഷമാക്കി മാറ്റി. അത് ഭയങ്കര സന്തോഷം. നമ്മളത് അവരുടെ ഇടയിലിരുന്ന സിനിമ കണ്ടപ്പോൾ നമുക്ക് ആദ്യം കിട്ടിയ ഒരു വൈബല്ല ഇപ്പോൾ കിട്ടുന്നത്. ഇപ്പോൾ ഭയങ്കരമായിട്ടുള്ള നമ്മുടെ കാരണം ബാൽക്കണിയിൽ ഇരിക്കുന്ന ആളുകൾ ഒരേ താഴെ ഇറങ്ങി ഫ്രണ്ടിലൊന്ന് ഡാൻസ് കളിക്കുന്ന രീതിയിലായി. അത് എനിക്ക് തോന്നുന്നത് ലാലേട്ടൻ്റെ ആ ഒരു എന്താണ് പ്രകടനം, അത് ഇപ്പോഴത്തെ പിള്ളേർ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും. പിന്നെ എനിക്കതല്ല, നമ്മൾ ലാലേട്ടൻ്റെ കൂടെ അഭിനയിച്ചാണ് ആ പടം മുഴുവനും. എങ്കിൽ തന്നെയും നമുക്ക് ലാലേട്ടൻ്റെ മുഖത്തുനിന്ന് നമുക്ക് കണ്ടെടുക്കാൻ തോന്നില്ല. ലാലേട്ടൻ്റെ മുഖത്തുനിന്ന് മാത്രമാട്ടോ ബിജുക്കുട്ടൻ ചേട്ടൻ്റെ മുഖത്തുനിന്ന് കണ്ടെടുക്കാൻ തോന്നില്ല. ആ എക്സ്പ്രഷൻ ഒന്ന് ഇട്ട് തരുമോ ഞങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്? അത് ഒന്നാമത് ഓവർ ആക്ഷനാണ്. അത് പക്ഷെ ഞങ്ങൾ ആരും പറയത്തില്ല കേട്ടോ, അടിപൊളിയായിരുന്നു. പിന്നെ ചോദിക്കട്ടെ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിമ്പിൾ അച്ചയറിലാണ് വന്നിട്ടുള്ളത്. ഇതിന് എന്തെങ്കിലും ബാക്കിൽ എന്തെങ്കിലും ബിഹൈൻഡ് സ്റ്റോറി ഉണ്ടോ? ഇല്ല, ബാക്കിൽ സ്റ്റോറി എന്ന് വെച്ചാൽ ഇതൊക്കെ ആയിരുന്നു പണ്ട് കൊടുത്തിരുന്നത്. ഇപ്പൊ നല്ല കംഫർട്ടായിട്ട് വരാം. നമ്മൾ ഈ ജീൻസൊക്കെ വലിച്ചു കയറ്റി ക്യാൻവാസൊക്കെ ഇട്ട് ക്യാപ്പൊക്കെ വെച്ച് വന്നിരുന്നാലും സുഖമില്ല. അവിടെ വന്നിരിക്കുമ്പോൾ ഒരു കംഫർട്ട് കിട്ടണമെങ്കിൽ തനി മലയാളി ലുക്കിൽ അങ്ങ് പുറത്തിറങ്ങണം അല്ലെ. ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ, ചേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്, പണ്ട് റിലീസ് ചെയ്തപ്പോൾ സൂപ്പർ ഹിറ്റ് ആയിരുന്നു, പക്ഷെ ഇപ്പൊ ഇറങ്ങിയപ്പം ഇപ്പോഴത്തെ പിള്ളേർ അത് ഭയങ്കരമായിട്ട് ഏറ്റെടുത്തത്. അപ്പൊ ചേട്ടന്റെ അഭിപ്രായത്തിൽ 90s കിഡാണോ 2K കിഡാണോ കൂടുതൽ അടിപൊളിയായിട്ട് പ്രൊഡ്യൂസർ പൊക്കോണ്ടിരിക്കണം? എല്ലാവരും ഭയങ്കര ഡിസ്കഷനും കാര്യങ്ങളും ഭയങ്കര തിരക്ക് പിടിച്ച ഓർഡർ. അപ്പൊ എന്റെ ചോദ്യത്തിലേക്ക് ഞാൻ തിരിച്ചു വരികയാണ്, 2K കിഡാണോ 90s കിഡാണോ കുറച്ചുകൂടി അടിപൊളി? ചേട്ടൻ്റെ ഒപ്പീനിയനിൽ എന്താ? അല്ല, നമ്മൾ ഇപ്പോൾ ഈ കാലത്തിന് അനുസരിച്ച് നീങ്ങണം എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മൾ 2K കിഡ്സിൻ്റെ കൂടെ നിൽക്കണം. പിന്നെ തീർച്ചയായിട്ടും എനിക്ക് അവരുടെ പുതിയ പടങ്ങളും അവരഭിനയിച്ച പടം ഇപ്പോൾ പുതിയതായിട്ട് സിനിമയിൽ വന്നാക്കണം കുറേ ആളുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മൾ അങ്ങനെ നിന്നിട്ട് കാര്യമില്ല. പക്ഷേ അതാണ് നമ്മുടെ ഇഷ്ടം. അതായത് കൊണ്ടാണ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു സിനിമ വന്നപ്പോൾ അവർ ഇഷ്ടപ്പെടാൻ കാരണം. നമുക്ക് ഞാൻ വേറെ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ, ഇനി പുതിയ ഡാൻസിന്റെ വീഡിയോ എന്തെങ്കിലും സോഷ്യൽ മീഡിയയിൽ? ഡാൻസ് പുതിയത് ഇനി പഠിച്ചിട്ട് വേണം. മോള് മറ്റേ പഠിക്കാൻ പോയ കാരണം പഠിപ്പിക്കാൻ ആരുമില്ല. പക്ഷെ അടിപൊളിയായിരുന്നു. അത് ഭയങ്കര ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ചേട്ടനെയാണ് ഞങ്ങൾ ആ ഒരു ഡാൻസിലൂടെ കണ്ടത്. നമ്മൾ വീട്ടിൽ വെറുതെ നിൽക്കുമ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. വെറുതെ നമ്മൾ സിനിമയില്ല സീരിയലില്ല എന്ന് കരുതിയിട്ട് വെറുതെ നിൽക്കരുത്. നമുക്ക് പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ, അതെ, എക്സ്പ്ലോർ ചെയ്യാം. നമുക്ക് യൂട്യൂബ് ചാനലുണ്ട്, പിന്നെ സോഷ്യൽ മീഡിയയിലുണ്ട്. ചാനലിന്റെ സബ്സ്ക്രൈബേഴ്സിന് അറിയോ 14 പേരുണ്ട്. 14,000 അല്ല 14. താനും കൂടി ചെയ്യുമ്പോ 15 ശരിക്കും. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 അങ്ങനെ കൂടി വന്നത്. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ചിരിപ്പിച്ച് ചോദിച്ചേട്ടൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. ടിൻചേട്ടൻ അവിടെ ആ ഒരു ചെയറിൽ ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ചേട്ടാ താങ്ക് യു വെരി മച്ച്. ഹലോ കൈലാഷ് ചേട്ടാ, ഹായ് നമസ്കാരം. സുഖമായിട്ടിരിക്കണോ? സന്തോഷമായിട്ടിരിക്കണോ? അപ്പം എന്താണ് ഭയങ്കര എക്സൈറ്റ്മെന്റോട് കൂടിയിട്ടാണ് എല്ലാവരും ഈ ഒരു മീറ്റിങ്ങിന് വന്നിട്ടുള്ളത്. അപ്പം ഒരു വർഷത്തിന് ശേഷം വീണ്ടും എല്ലാവരും കൂടി കാഴ്ചയ്ക്ക് വരാൻ പോകുന്നു. ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഓരോരോ പരിപാടികളോടെ കാണുന്നുണ്ട്. എന്താണ് സ്പെഷ്യാലിറ്റി ഇന്നത്തെ ഈ ഒരു മീറ്റിങ്ങിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞേ നമുക്ക് പ്രേക്ഷകർക്കൊന്ന് കേൾക്കാൻ വേണ്ടി? നമ്മളെ സിനിമ ആഗ്രഹിപ്പിച്ച ആൾക്കാരാണ് നമ്മുടെ സീനിയേഴ്സ് പറയുന്നത്. അവരോട് ഇരിക്കാൻ പറ്റുന്നു, അവർക്കൊപ്പമുള്ള കുറെ സമയമാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇന്നത്തെ ഈ ഒരു ഇലക്ഷൻ എങ്ങനെയാണ് നോക്കി കാണുന്നത്? ടെൻഷൻ ഉണ്ടോ? ഇലക്ഷനൊക്കെ ഒരു സൈഡിൽ നമ്മളെല്ലാവരോടും കൂടുക, ഒരുമിച്ചിരിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു. പിന്നെ ബാക്കിയൊക്കെ സംഘടനയെ സംബന്ധിച്ച് അത് മുമ്പോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് ചില ഒഫീഷ്യൽസ് വേണം. അതിപ്പോൾ ആരിരുന്നാലും അത് നന്നായിരിക്കുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഒരു സന്തോഷം, അടിപൊളിയായിട്ട് തന്നെ മുന്നോട്ട് പോകട്ടെ. താങ്ക് യു വെരി മച്ച്. അപ്പോൾ നമ്മുടെ മലയാള സിനിമയിലെ തന്നെ വൺ ഓഫ് ദി വെരി ടാലന്റഡ് നന്ദു ചേട്ടൻ ഇവിടെ വന്നിട്ടുണ്ട്. ചേട്ടാ നമസ്കാരം, സുഖമായിട്ടിരിക്കണോ? അപ്പം ഇന്ന് 31ാമത് ആനുവൽ ജനറൽ ബോഡി മീറ്റിന് വേണ്ടിയിട്ട് പ്രതീക്ഷയോടൊക്കെ കൂടെ എല്ലാവരും വന്നിരിക്കുകയാണ്. ഇന്ന് ഒരു വലിയൊരു ലക്കി ഡിപ്പ് നമ്മൾ നടത്തുന്നുണ്ട്. അതിലൊരു ഗോൾഡ് കോയിനൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ മുകളിലേക്ക് കയറി ചെന്ന് രജിസ്റ്റർ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ പേര് എഴുതിയിടാൻ മറക്കണ്ട. സന്തോഷം. എന്തൊക്കെയാ
അപ്പം എന്തൊക്കെ എല്ലാവരും ഭയങ്കര വിശേഷമായിട്ടുള്ള സംസാരത്തിലൊക്കെയാണ്. അപ്പൊ ചേട്ടാ എന്തൊക്കെയാണ് പുതിയ പുതിയ സിനിമകൾ, അതിന്റെ കാര്യങ്ങള്, പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാമോ? സിനിമ 2-3 ഇറങ്ങാറുണ്ട്. ഒരു സിനിമ ഇപ്പൊ ഷൂട്ടിംഗ് കഴിഞ്ഞ് തിമിംഗല വേട്ട എന്ന് പറഞ്ഞ പിന്നെ മസ്തിഷ്ക 2-3 പടങ്ങൾ ഇറങ്ങാറുണ്ട്. ബേബികളൊക്കെ അപ്പം നമ്മൾ എന്തായാലും ഇപ്പം ഇറങ്ങി നിൽക്കുന്നതിൽ ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ നിൽക്കുന്നത് ഒരു എമ്പുരാൻ ഹിറ്റിലാണ് നിൽക്കുന്നത്. ഒരു അടിപൊളിയായിട്ടാണ് നിൽക്കുന്നത്. ഒരു അടിപൊളി ലുക്ക് കണ്ണടയൊക്കെ വെച്ചിട്ടാണ് സാർ വന്നിട്ടുള്ളത്. ഒന്ന് പറയാമോ അതിന് പിന്നിലുള്ള എങ്ങനെയാണ്, എന്താണ് ഇതിന്റെ ബ്രാൻഡ് ഏതൊക്കെയാണെന്ന് പറയാമോ? എനിക്ക് അങ്ങനെ ഒരു പറഞ്ഞു നടക്കുന്ന ആളല്ല. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം ചേട്ടാ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്, എങ്ങനെയൊക്കെയാണെന്നുള്ള ചെറിയ കൺഫ്യൂഷനിൽ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഹലോ, രജിസ്ട്രേഷൻ മോളിലാണ്, പക്ഷെ അതിലേക്ക് പോകുന്നതിന് മുന്നേ ഹലോ, രണ്ടുപേരും സുന്ദരികളായിട്ട് വന്നിട്ടുണ്ട്. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. സുഖമായിട്ടിരിക്കണോ? സന്തോഷമായിട്ടിരിക്കുന്നു. എന്താണ് ഇന്നിപ്പോ വന്നതിന്റെ ഒരു എക്സൈറ്റ്മെന്റ്? എക്സൈറ്റ്മെന്റ് ഭയങ്കര എക്സൈറ്റ്മെന്റ്. ഒരു വർഷം കൂടി എല്ലാരും കാണുന്നതല്ലേ, അപ്പൊ അതിന്റേതായ ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട്. അതിന്റെ ഒരു സന്തോഷം. എന്താണ് പറയാനുള്ളത്? തന്നെ എല്ലാവരെയും ഇപ്പം ശരിക്കും പറഞ്ഞാല് ഇങ്ങനെ ഒരു ജനറൽ ബോഡി വെക്കുമ്പോഴാണ് എല്ലാവരെയും നമ്മൾ കാണുന്നത്. സോ അതിന്റെ ഹാപ്പിനെസ് ഉണ്ട്. എല്ലാവരെയും കാണുന്നു, സന്തോഷം അല്ലേ? അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഇന്നത്തെ ഈ ഒരു മീറ്റിങ്ങിന് ഒരു സ്പെഷ്യാലിറ്റി കൂടെ ഉണ്ട്. അത് ഞാൻ ഇവരോട് ഇവിടെ വെച്ച് റിവീൽ ചെയ്യാൻ പോവാണ്. ഏകദേശം 15 വർഷത്തിന് ശേഷം ഇവിടെ ജയൻ ചേട്ടൻ ഒരു പ്രാർത്ഥനയുടെ കാര്യമൊക്കെ പറയണ്ട. അപ്പൊ നമ്മുടെ ഒഫീഷ്യൽ ഫംഗ്ഷൻ ഈശ്വര പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഞാനത് വലിയ പ്രിപ്പയർ ആയിട്ടില്ല. നോക്കട്ടെ. പക്ഷെ പാടുമല്ലോ. ഞാനത് ഡൈവേർട്ട് ചെയ്യാൻ നോക്കി, പക്ഷെ അതിലേക്ക് തന്നെ അമ്മ തിരിച്ചു വന്നിട്ടുണ്ട്. ഈ 15 വർഷത്തിന് ശേഷം നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ജഗദീഷ് ശ്രീകുമാർ, നമ്മുടെ അമ്പിളി ചേട്ടൻ ഇന്ന് മീറ്റിങ്ങിന് വരുന്നുണ്ട്. അങ്ങനെയാണ് നമുക്ക് ഒഫീഷ്യലി കിട്ടിയിട്ടുള്ള ഒരു അറിവ്. രണ്ടുപേരുടെ മുഖത്ത് എക്സൈറ്റ്മെന്റ് നിങ്ങൾ ഡയറക്റ്റ് കണ്ടിട്ടുണ്ടല്ലേ? ഞാൻ ഫസ്റ്റ് എന്റെ മൂവി തന്നെ ജഗതിയാങ്കളുടെ കൂടെ ആയിരുന്നു. സോ ജഗതിയാങ്കളുടെ മോളായിട്ടായിരുന്നു. സോ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്, ഭയങ്കര സന്തോഷം. ഇപ്പൊ ഒരു ഡബിൾ എക്സൈറ്റ്മെന്റ് ആയിട്ടുണ്ട്. ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. എന്താണ് ഒരു എക്സ്പീരിയൻസ് പറയാൻ പെട്ടെന്ന് കളക്ട് ചെയ്യാൻ പറ്റുന്ന കൂടെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ അത് തന്നെ വലിയൊരു എക്സ്പീരിയൻസ് ആണ്. എന്താന്നറിയ ഭയങ്കര പുള്ളിയുടെ അത്രയും ടൈമിങ്ങും അല്ലെങ്കിൽ അത്രയും വേഴ്സ്റ്റൈൽ ആയിട്ടുള്ള ഒരു ആക്ടർ, അത് നമുക്ക് മിസ്സിംഗ് ആണ് കുറേ നാളുകളായിട്ട്. പെട്ടെന്ന് തന്നെ സ്ക്രീനിലേക്ക് വരട്ടെ, ഇവിടെ വന്നതുപോലെ അത്രയും പെട്ടെന്ന് നമുക്ക് സ്ക്രീനിൽ കാണട്ടെ. യെസ്, അപ്പൊ ഒരുപാട് സന്തോഷം. അപ്പൊ ഇനിയിപ്പോ രജിസ്ട്രേഷനും കാര്യങ്ങളും തിരക്കൊക്കെ ആയിട്ട് മുന്നോട്ട് പോവാണ്. പോയിട്ട് വരും. താങ്ക് യു വെരി മച്ച്.